തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ബി.ജെ.പി. പൊതുയിടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ബി.ജെ.പി. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് ബി.ജെ.പി. കീഴ്ഘടകങ്ങൾക്ക് അയച്ച സർക്കുലറിൽ പറയുന്നത്. ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഇറക്കിയ സർക്കുലറാണ് പുറത്തു വന്നത്. സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. എല്ലാ സംസ്ഥാന സർക്കാരുകളും ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കണം. നടപടികളുടെ റിപ്പോർട്ടുകൾ അതാത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാർ കോടതിയിൽ സമർപ്പിക്കണം. കൃത്യമായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. അതിരൂക്ഷമായ മനുഷ്യക്കുരുതി നടന്ന സുഡാനിലെ ആഭ്യന്തര കലാപം താൽക്കാലിക സമാധാനത്തിലേക്ക്. സുഡാനിലെ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് വെടിനിർത്തലിന് തയ്യാറാണെന്ന് വ്യക്തമാക്കി. അമേരിക്കയും അറബ് രാജ്യങ്ങളും ഉൾപ്പെടെ നൽകിയ നിർദ്ദേശം RSF അംഗീകരിക്കുകയായിരുന്നു. മനുഷ്യക്കുരുതി എല്ലാ പരിധികളും ലംഘിച്ചതോടെയാണ് സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. എല്ലാ ഭിന്നശേഷി വ്യക്തികൾക്കും UDID കാർഡ് വിതരണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറാനുള്ള ലക്ഷ്യത്തിലാണ് കേരളമെന്ന് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി R. ബിന്ദു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തിനെ മാറ്റുവാൻ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചാണ് സാമൂഹിക നീതി വകുപ്പ് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. എയർ ട്രാഫിക് കൺട്രോളിംഗിലെ സാങ്കേതിക തകരാറ് കാരണം ഡൽഹി വിമാനത്താവളത്തിലെ 100-ലധികം സർവീസുകൾ വൈകി. യാത്ര ചെയ്യാനാകാതെ നിരവധി യാത്രക്കാരാണ് കുടുങ്ങിയത്. യാത്രക്കാർക്കായി എയർലൈനുകൾ മാർഗനിർദ്ദേശം പുറത്തിറക്കി. തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. നിരോധിത ഓൺലൈൻ ഗെയിം ആപ്പായ റെഡി അണ്ണ ഉപയോഗിച്ച് 84 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ 12-അംഗ സംഘത്തെ നവി മുംബൈ പോലീസിന്റെ സൈബർ വിഭാഗം അറസ്റ്റ് ചെയ്തു. രാജ്യത്താകമാനം 393 സൈബർ തട്ടിപ്പുകളാണ് സംഘം നടത്തിയത്. 5000 രൂപ കമ്മീഷൻ നൽകി ആൾക്കാരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിപ്പിച്ചാണ് തട്ടിപ്പിന് തുടക്കം. ഫിസിയോതെറാപ്പിസ്റ്റുകളും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളും പേരിന് മുന്നിൽ ഡോക്ടർ എന്ന് ചേർക്കുന്നത് നിയമപരമല്ലെന്ന് ഹൈക്കോടതി. അംഗീകൃത മെഡിക്കൽ ബിരുദമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നിർദ്ദേശം. തെറാപ്പിസ്റ്റുകൾ ഈ വിശേഷണം ഉപയോഗിക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് ഇടക്കാല ഉത്തരവിൽ ജസ്റ്റിസ് വിജി അരുൺ നിർദ്ദേശിച്ചു. ഞാൻ വിരമിക്കാൻ കാത്തിരിക്കുകയാണോ നിങ്ങളെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. 2021 ട്രിബ്യൂണൽ പരിഷ്കരണ നിയമം ചോദ്യം ചെയ്യുന്ന ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് കേന്ദ്ര നിലപാടിൽ ചീഫ് ജസ്റ്റിസ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. സംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ അറിവോടെയാണ് ലഹരി ഉപയോഗമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. യുവ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഛായാഗ്രാഹകൻ സമീർ താഹിർ എന്നിവർ പ്രതികളായ കേസിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചു. കേരള സർവകലാശാലയിലെ സംസ്കൃതം ഗവേഷണ വിദ്യാർത്ഥി വിപിൻ വിജയനെതിരെ ജാതി വിവേചനം കാണിച്ച ഡീൻ ഡോക്ടർ CN വിജയകുമാരിയുടെ നടപടി പുരോഗമന കേരളത്തിന് അപമാനമാണെന്ന് AIYF സംസ്ഥാന കമ്മിറ്റി. പുലയ വിഭാഗത്തിൽപ്പെട്ടവർ സംസ്കൃതം പഠിക്കാൻ യോഗ്യരല്ലെന്നും പുലയനും പറയനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചുവെന്നുമുള്ള പ്രസ്താവനയിലൂടെ ചാതുർവർണ്ണ്യത്തിന്റെ പ്രത്യക്ഷവും ഗൂഢവും ക്രൂരവുമായ ഇടപെടലുകളെയാണ് ഡീൻ തുറന്നു കാട്ടിയതെന്നും പ്രസ്താവനയിൽ പറയുന്നു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.